Hi everyone, Assalamualaikum. This is Biju Fahima here. Welcome back to another video. ഇന്നൊരു സ്പെഷ്യൽ മട്ടൺ റെസിപ്പിയാണ്. ഇത് കറിയാണോ ഫ്രൈ ആണോ എന്ന് ചോദിച്ചാൽ രണ്ടുമല്ല, പക്ഷേ ഡിഫറെൻറ്റ് ടേസ്റ്റിൽ എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന തിക്ക് ഗ്രേവിയോടെ നല്ല റിച്ച് ഫ്ലേവേർഡ് ആയിട്ടാണ്. ഇതൊരു ട്രഡീഷണൽ റെസിപ്പി ആയതുകൊണ്ട് തന്നെ പാർട്ടിക്കലിന് സെർവ് ചെയ്യാൻ പറ്റിയതാണ്. പണ്ട് മുതലേ ഇറച്ചി ചുട്ടത് എന്നാണ് പറയൽ. മൈൽഡ് സ്പൈസി ആയിട്ടുള്ള ഗ്രേവിയിൽ ചെറിയൊരു സ്വീറ്റ് പഞ്ചാണ് എടുത്ത് പറയേണ്ടത്. അതിൻ്റെ കൂടെ നട്ട്സും റേസിൻസ് എല്ലാം മിക്സ് ആയിട്ട് ഒരു പൊളി ഐറ്റം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം തന്നെ ഉള്ളി നല്ല ഗോൾഡൻ കളറിൽ പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ ഗീയും ഒഴിക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ 2 ഉള്ളി നല്ല തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളി അധികമായിട്ട് പൊരിഞ്ഞ് കരിഞ്ഞു പോരുത്, അപ്പോൾ കറിക്കൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഈ ഒരു കളർ ആയാലും ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഓയിലിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാലും ഉള്ളി കളർ ചേഞ്ച് ആവും. ഇനി സെയിം ഓയിലിലേക്ക് കുറച്ച് ബദാമും കാഷ്യൂസും ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. ഈ നട്ട്സ് എല്ലാം ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇനി ഈ ബാക്കി വന്ന ഓയിൽ ഒരു പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ഉള്ളി തിൻ സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വരണം. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ പെട്ടെന്ന് വാടി വരാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉള്ളി ഇതുപോലെ നന്നായിട്ട് വാടി വന്നാൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ആഡ് ചെയ്യാം. ഇത് കുറച്ച് സമയം സോട്ട് ചെയ്താൽ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ 6 പച്ചമുളക് ചതച്ചെടുത്തത് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിൽ മിക്സ് ആയി വരുമ്പോഴത്തേക്ക് ഇതിൽ ചേർക്കാനുള്ള ഒരു പൗഡർ മിക്സ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി മിക്സറിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ടെക്സ്ചറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ഇതുപോലെ നല്ലൊരു തിക്ക് ടെക്സ്ചറിലാണ് വേണ്ടത്. ഇനി ഈ പൗഡർ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പൗഡർ മിക്സിൻ്റെ റോ ടേസ്റ്റ് മാറുന്നവരെ കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം 1/4 കപ്പ് വെള്ളം ഇപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത മിക്സറിൽ ഒഴിച്ചിട്ട് കഴുകി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്തെടുത്ത മട്ടൺ ആഡ് ചെയ്യാം. ഞാനിവിടെ 600 ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത്. മട്ടന് മസാലയിൽ കംപ്ലീറ്റ് ഇതുപോലെ മിക്സ് ആയാൽ 5 മിനിറ്റ് വെച്ചാൽ അതിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വരും. എക്സ്ട്രാ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇനി കുക്കർ അടച്ചു വെച്ച് മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുക്കിംഗ് ടൈം കഴിഞ്ഞ് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. മട്ടൺ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ഗ്രേവി വറ്റിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പാനില്ലേ, അതിലേക്ക് ഈ ഗ്രേവിയോടെ മട്ടൺ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരും 2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കട്ട് ചെയ്തതും നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച് ഫ്രൈഡ് ഓണിയൻസും കാഷ്യൂസും ബദാമും കിസ്മിസും 3 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ട്രഡീഷണലി വിറകടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ നല്ല ചൂടിൽ വറ്റി വരുമ്പോൾ ആ പൊരിച്ച ഉള്ളിയും കിസ്മിസെല്ലാം മിക്സായി നല്ലൊരു ബ്ലാക്കിഷ് ബ്രൗൺ കളറിലാണ് ഈ ഒരു കറി ഉണ്ടാവാൻ. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവി നല്ല തിക്കായിട്ട് ഓയിൽ മേലെ തെളിഞ്ഞ് കാണുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഈ കറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ടേസ്റ്റിലുള്ള റിച്ച് ഫ്ലേവർ തന്നെയാണ്. എരിവും മധുരമെല്ലാമായിട്ട് നല്ല സോഫ്റ്റ് മട്ടൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നട്ട്സ് കൂടി കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ബട്ടൂരയാണ് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത്. ബട്ടൂരൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനാണ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പൊറോട്ടൻ്റെയും നെയ്ച്ചോറിൻ്റെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. റെസിപ്പീസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.